നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ പരിക്കിൻ്റെ വിഷയം ബ്രസീലിൽ വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. സാൻഡോസ് CBFനെയും ആഞ്ചലോട്ടിയുടെ സ്റ്റാഫിനെയും പറ്റിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. കാരണം കോളപ്പിന് മുമ്പ് കൃത്യമായിട്ട് ആഞ്ചലോട്ടിയുടെ സ്റ്റാഫ് സാൻഡോസുമായി ബന്ധപ്പെട്ട് നെയ്മറുടെ ഇഞ്ചുറിയുടെ വിവരങ്ങൾ, ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ആവശ്യപ്പെട്ടതായിരുന്നു. അതൊക്കെ അയച്ചു കൊടുത്തു എന്നാണ് സാൻഡോസ് പറയുന്നത്. പക്ഷേ അതിലൊന്നും നെയ്മറുടെ ഇഞ്ചുറി ഒരു മസിൽ ഇഞ്ചുറി ആണെന്നോ ഗ്രേഡ് 2 മസിൽ ഇഞ്ചുറി ആണെന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു എഡിമ മാത്രമാണ്, ചെറിയ വീക്കമാണെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ബ്രസീലിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലെത്തിയിട്ട് നെയ്മർ ജൂനിയറുടെ ടെസ്റ്റുകൾ വിശദമായി നടത്തിയപ്പോൾ അത് എഡിമയല്ല, മറിച്ച് ഗ്രേഡ് 2 മസിൽ ഇഞ്ചുറിയാണ് എന്ന് കണ്ടെത്തുകയും ഏറ്റവും ചുരുങ്ങിയത് 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചക്കാലം താരത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നും കണ്ടെത്തിയ ഈ സാഹചര്യത്തിൽ സാൻഡോസ് പറ്റിച്ചു എന്ന് തന്നെയാണ് പൊതുവെ ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തങ്ങളുടെ മുഖം രക്ഷിക്കാൻ ഇപ്പോൾ സാൻഡോസ് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് തങ്ങൾ ഒരു വിധത്തിലുള്ള പൂഴ്ത്തിവെപ്പും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല, നെയ്മറുടെ വിശദ വിവരങ്ങൾ CBFനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവരുടെ ആ ഒരു പത്രക്കുറിപ്പ് ഇങ്ങനെയാണ്. നെയ്മറിൻ്റെ പരിക്കിൻ്റെ രോഗനിർണയത്തെക്കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നെയ്മർ ജൂനിയറിന് നടത്തിയ എല്ലാ പരിശോധനകളുടെയും വിവരങ്ങൾ ടീം പ്രഖ്യാപനം നടന്ന തീയതിയായ 18-ാം തീയതി വരെ ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷനുമായി പൂർണ്ണമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. താരം ഇനി മത്സരങ്ങളിലേക്ക് തിരിച്ചെത്താൻ പാകത്തിൽ ശാരീരിക ക്ഷമത കൈവരിക്കാനുള്ള 2 ആഴ്ചത്തെ സമയപരിധി കണക്കാക്കുന്നത് 17-ാം തീയതി മുതലാണ്. ഈ വരുന്ന ഞായറാഴ്ച 31-ാം തീയതിയോടെ അത് അവസാനിക്കും. എന്നിരുന്നാലും ഇത്തരം കണക്കുകൂട്ടലുകൾ ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതി അനുസരിച്ചും ടീമിൻ്റെ ആവശ്യകതയും മത്സരങ്ങളുടെ പ്രാധാന്യവും മുൻനിർത്തിയും വ്യത്യാസപ്പെടാമെന്ന കാര്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ബ്രസീലിൻ്റെ ദേശീയ ടീമിൻ്റെ ഫിസിയോതെറാപ്പി സംഘത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നെയ്മർ ജൂനിയർക്കൊപ്പമുള്ളതും അദ്ദേഹത്തിൻ്റെ റിക്കവറി പ്രോസസ്സിൽ കൂടെയുണ്ടായിരുന്നതുമായ സാൻഡോസ് FCയിലെ പ്രൊഫഷണലുകളും ഉൾപ്പെടുന്നുണ്ട്. ക്ലബിൻ്റെ മെഡിക്കൽ വിഭാഗം ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ മെഡിക്കൽ ടീം നിശ്ചയിച്ചിട്ടുള്ള ചികിത്സാ സമയക്രമവുമായി പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. അതിനോട് യോജിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സാൻഡോസ് FCയിലെ പ്രൊഫഷണലുകൾക്ക് ഈ കായിക താരത്തിൻ്റെ പരിക്കിൽ നിന്ന് മുക്തനാകാനുള്ള ശേഷിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ മത്സരിക്കാൻ നെയ്മർ സജ്ജനാകുമെന്ന കാര്യത്തിൽ അവർക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് എന്നാണ് ഇപ്പോൾ സാൻഡോസ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ സാൻഡോസിൻ്റെ ടീം ഡോക്ടറാണ് പറഞ്ഞത്, ബ്രസീൽ ടീമിൻ്റെ ആ കോളപ്പിന് തൊട്ട് മുമ്പ് അവർക്കൊരു കളിയുണ്ടായിരുന്നല്ലോ, സാൻഡോസിനൊരു കളിയുണ്ടായിരുന്നല്ലോ. ആ കളി വേണമെങ്കിൽ നെയ്മറെ കളിപ്പിക്കാൻ പറ്റും, അത്രയും ഓക്കെയാണ് നെയ്മർ എന്ന്. എന്നിട്ടാണ് നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തി. അദ്ദേഹത്തിൻ്റെ പരിശോധന നടത്തുമ്പോൾ അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്ന് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു മറച്ചുവെക്കൽ നടന്നിട്ടില്ലേ എന്ന ചോദ്യമാണ് വരുന്നത്. ഏതായാലും സാൻഡോസ് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. 31-ാം തീയതിയോടുകൂടി ഈ 2 ആഴ്ചയുടെ പരിധി തീരുമെന്നും പറയുന്നു. അതോടൊപ്പം അവരൊരു ജാമ്യം എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തീയതി പറഞ്ഞാലും അത് ഓരോ താരത്തിൻ്റെ കാര്യത്തിലും അവരുടെ ശരീരമൊക്കെ വെച്ച് വ്യത്യാസം ഉണ്ടാകുമെന്നാണ്. ഏതായാലും റോഡ്രിഗോ ലാസ്മർ വളരെ കൃത്യമായിട്ട് പറയുന്നത് നെയ്മർക്ക് 2 ആഴ്ച മുതൽ 3 ആഴ്ചക്കാലം വരെ പുറത്തിരിക്കേണ്ടി വരുമെന്ന്. സാൻഡോസ് ഇപ്പോൾ മുഖം രക്ഷിക്കാൻ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയെന്ന് മാത്രം. ഇതുകൊണ്ട് ഈ വിവാദം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഓൾറെഡി ബ്രസീലിലെ ഫുട്ബോൾ നിരീക്ഷകർ വലിയ രൂപത്തിൽ ബ്രസീൽ ടീമിൻ്റെ വേൾഡ് കപ്പിനായിട്ടുള്ള പ്രിപ്പറേഷൻ പോലും അവതാളത്തിലാക്കുന്ന തരത്തിലാണ് സാൻഡോസ് പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ വാദിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ വിവാദം മുറുകുമെന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.